പഴകിയ ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട പറവൂർ നഗരസഭാ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ സമരം അവസാനിക്കാറായോ? എന്താണ് സംഭവം? കിരൺ, വടക്കൻ പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. അല്പസമയം മുമ്പാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തിയത്. ഇനി ഇപ്പോൾ എഐവൈഎഫിന്റെ പ്രതിഷേധം അല്പസമയത്തിനകം എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അവർ ആദ്യം എത്തി ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനുശേഷം മതിൽ ചാടിക്കടന്ന് ഈ നഗരസഭയുടെ പ്രധാന വാതിലിന് സമീപം എത്തുകയും അത് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് വളരെ പണിപ്പെട്ട പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ പ്രധാന വാതിലിന് പുറത്ത് ഇരുന്നു കൊണ്ട് ഇവർ പ്രതിഷേധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എഐവൈഎഫിന്റെ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഐഎഫ് പ്രവർത്തകർ ഇവിടേക്ക് എത്തി പറവൂർ നഗരസഭയ്ക്ക് മുന്നിൽ ആണ് പ്രതിഷേധം. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കഴിഞ്ഞപ്പോൾ എഐഎഫ് പ്രവർത്തകരുടെയും പ്രതിഷേധം തുടരുകയാണ്. നഗരസഭ വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നില്ല ഹോട്ടലുകളിലടക്കം എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. പരിശോധിക്കാതെ ലൈസൻസ് നൽകിയാൽ ഡോക്ടറുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ലക്ഷ്യം ഫുഡ് സേഫ്റ്റി ഡെസ്റ്റിനേഷനാക്കുക എന്നാണെന്നും അതിന് തടസ്സമായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും തൊഴിൽ, തദ്ദേശം, ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പഴുതടച്ച നടപടിയെന്നും മന്ത്രി. ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ മറ്റ് തുടർ നടപടികൾ, അതിന്റെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ കൂടി നടത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മീഷണർ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ, കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളായിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് കോടതിയുടെ അന്ത്യശാസനം. നടപടികൾ പൂർത്തിയാക്കി ജില്ലാ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് 23-ാം തീയതിക്കകം നൽകണം. കൂടുതൽ വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, സർക്കാരിനോടുള്ള കടുത്ത അതൃപ്തിയാണോ ഇന്ന് കോടതി പ്രകടിപ്പിച്ചത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സർക്കാരിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയും ഒപ്പം തന്നെ സർക്കാരിന് അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ്. നേരത്തെ
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച മിന്നൽ ഹർത്താലിൽ സ്വമേധയാണ് ഹൈക്കോടതി കേസെടുത്തത്. ഹർത്താൽ നിയമവിരുദ്ധമാണ്. ഹർത്താൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഹർത്താലുകൾ അനുവദിക്കാൻ പാടില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണെങ്കിലും സർക്കാർ അത് തടയണം എന്ന് നേരത്തെ സ്വമേധയാ എടുത്ത കേസിൽ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ മിന്നൽ ഹർത്താലിലുണ്ടായ നാശനഷ്ടങ്ങൾ അത് പരിശോധിക്കാൻ സർക്കാരിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 5 കോടിയുടെ അടുത്ത് നാശനഷ്ടമുണ്ടായി എന്ന കണക്കാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയോട് അഡീഷണൽ ആഭ്യന്തര സെക്രട്ടറിയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നടപടികൾ വൈകുന്നതിൽ സർക്കാരും ആഭ്യന്തര വകുപ്പും നേരിട്ട് കോടതിയിൽ ഹാജരായി ക്ഷമാപണം നടത്തുകയും ചെയ്തതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനുവരി 15-നകം തന്നെ ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയത്. എന്നാൽ അത് പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന് അന്ത്യശാസനം കോടതിയുടെ ഭാഗത്ത് നിന്ന് നൽകുകയും ഇനി മുതൽ ജപ്തി നടപടികൾ അത് റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ നോട്ടീസ് നൽകാതെ തന്നെ ജപ്തി നടപടികൾ തുടരാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 23-ാം തീയതിക്കകം തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഈ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് 23-ാം തീയതി കോടതിയിൽ ഹാജരാക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. കടുത്ത അതൃപ്തിയും അസംതൃപ്തിയും രേഖപ്പെടുത്തി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ അതിന് നഷ്ടപരിഹാരം ഈടാക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പ്രകാശ്, ഇതിനകത്തൊരു ചെറിയ സംശയം കൂടി. ഈ കോടതി ജപ്തി നടപടികളിലേക്ക് കടക്കുമ്പോൾ സാധാരണഗതിയിൽ നോട്ടീസ് നൽകുകയും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശമാണോ ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്? തീർച്ചയായും റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് നടപടിക്രമങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് കാലതാമസം ഒത്തിരി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലതാമസം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നോട്ടീസ് നൽകുക, ജപ്തിക്ക് നോട്ടീസ് നൽകുക അടക്കമുള്ള കാര്യങ്ങൾ വേണ്ട എന്നും ജസ്റ്റിസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 23-നകം തന്നെ ഈ നടപടികളുമായി പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം എന്നാണ് സർക്കാരിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. നേരത്തെയും ഇതിന് വേഗം പോരാ എന്നുള്ള ഒരു നിർദ്ദേശം കോടതി നൽകിയിരുന്നു. സർക്കാർ എന്ത് വിശദീകരണമാണ് ഇങ്ങനെ വല്ലാതെ വൈകുന്നതിന് കോടതിയിൽ നൽകിയത്? സർക്കാർ 2 തവണയും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ക്ഷമാപണം നടത്തുകയും കാലതാമസം ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 15-ന് 2 ദിവസം മുമ്പ് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജപ്തി നടപടികൾ പൂർത്തിയാക്കുമെന്ന ഉറപ്പും ആഭ്യന്തര വകുപ്പ് നൽകുകയും ചെയ്തിരുന്നു. കോടതിയിൽ നേരിട്ട് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നേരിട്ട് സെക്രട്ടറി ഹാജരായിട്ടാണ് ക്ഷമാപണം നടത്തിയത്. ഈ നടപടിക്രമങ്ങൾ വൈകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജപ്തി നടപടികൾ റിക്കവറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം, അതിന് നിയമ നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള അലംഭാവം അത് ഒഴിവാക്കണം എന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കർക്കശമായ നടപടി ഇത്തരം മിന്നൽ ഹർത്താലുകൾക്കെതിരെ എടുക്കണം എന്ന സന്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ശരി, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഞങ്ങളുടെ ലേഖകൻ ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ PFI നടത്തിയ മിന്നൽ ഹർത്താലിലുണ്ടായ നാശനഷ്ടങ്ങളിൽ PFI പ്രവർത്തകരിൽ നിന്ന് അതിൻ്റെ നാശനഷ്ടം ഈടാക്കാൻ വേണ്ടി, നഷ്ടപരിഹാരം ഈടാക്കാൻ വേണ്ടി ജപ്തി നടപടികളിലേക്ക് ഉടൻ കടക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. സർക്കാർ അത്തരമൊരു 23-ാം തീയതിക്കുള്ളിൽ അതിന് കൃത്യമായ വിവരങ്ങൾ അറിയിക്കണം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു നടപടിയുമായി നീങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം, എതിർപ്പിൻ്റെ ഭാഗമൊക്കെ ഉയർത്താൻ ഈ PFIയുടെ പ്രവർത്തകർ തയ്യാറാവാൻ സാധ്യതയുണ്ടോ? കിരൺ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തുണ്ടായത്. അന്ന് സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത അക്രമ സമരത്തിൽ ഏതാണ്ട് 5 കോടി രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതായാണ് വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടിയുമായി പോലീസ് ആദ്യം രംഗത്തെത്തി. തുടർന്ന് ഹൈക്കോടതി തന്നെ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അടിയന്തരമായി ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടണം. ഏതാണ്ട് 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പേരിലാണ് അന്നത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേസെടുത്ത് അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നത്. അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളാണ് പൂർത്തിയാക്കണമെന്ന് സർക്കാരിനോട് ആദ്യം ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പക്ഷേ പറഞ്ഞ തീയതിക്കനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുന്നതിൽ സർക്കാരിന് പിഴവ് സംഭവിച്ചു. അതേ തുടർന്ന് രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറ്റോർണി ജനറൽ മുഖേന കോടതിയിൽ
സത്യവാങ്മൂലം നൽകുകയായിരുന്നു. അതായത് വരുന്ന ജനുവരി മാസത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാമെന്ന്. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു മെല്ലെപ്പോക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് മറ്റ് നടപടികളൊന്നും കൂടാതെ തന്നെ ഈ റിക്കവറി നടപടികൾ, റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശം ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കിരൺ, ഡാൻ, അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഇനി ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഘട്ടത്തിൽ കൃത്യമായി കണക്കെടുക്കേണ്ടതുണ്ട്. ഈ PFN സംഘടന നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ആളുകളുടെ കണക്കെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രായോഗികമായ ചില പ്രയാസങ്ങൾ കൂടി സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വരില്ലേ? കിരൺ, അതായത് ഈ സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവ വഴിയാണ് സ്വത്ത് വിവരം ശേഖരിക്കുന്ന നടപടികൾ നടന്നിരുന്നത്. അതിന്റെ ഭാഗമായി പ്രതികളായ 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പട്ടിക സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും എത്തിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സ്വത്ത് വിവരം ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രതികളുടെ സ്വത്ത് വിവരം ജില്ലാ രജിസ്ട്രാർക്ക് കൈമാറാൻ നേരത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ജില്ലാ രജിസ്ട്രാറാണ് ഇത് രജിസ്ട്രേഷൻ IG-ക്ക് കൈമാറണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഓരോ താലൂക്ക് പരിധിയിലെയും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ പ്രതികളുടെ പട്ടിക തഹസിൽദാർമാർക്ക് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. വില്ലേജ് ഓഫീസർമാരോട് അന്വേഷണം നടത്തി പ്രതികളുടെ സ്വത്ത് വിവരം കണ്ടെത്തി റിപ്പോർട്ട് നൽകാനായിരുന്നു അന്നത്തെ നിർദ്ദേശം. സ്വത്ത് വിവരം ലഭിച്ച ശേഷം റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക്, അതായത് ഈ അവസാനഘട്ട നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നത്. അതിന് പോലീസിന്റെ എല്ലാ സഹായവും ഉറപ്പുവരുത്തണമെന്ന് ആഭ്യന്തര വകുപ്പിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് 2 ആഴ്ച മുമ്പ് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് വേണമെങ്കിൽ സുരക്ഷ ഒരുക്കണം, അതിനോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള എല്ലാ സഹായവും റവന്യൂ വകുപ്പിനടക്കം ഈ സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന കൃത്യമായ നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെ ഈ സുരക്ഷാ കാര്യങ്ങളടക്കം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് തന്നെ 2 ആഴ്ച മുമ്പ് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു നിരീക്ഷണം, ഇടപെടൽ ഈ വിഷയത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇനി സർക്കാർ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കിരൺ, ഡാൻ, ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടി, 5 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് പറയുമ്പോൾ ഈ 5 കോടി രൂപയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുക അങ്ങനെയാണോ, അതോ ഇവരുടെ ഈ 10,000 പ്രതികളുണ്ട് എന്ന് പറയുന്നു? അപ്പോൾ ഈ 3000 പേരുടെയും സ്വത്തുവകൾ കണ്ടെത്തുക എന്ന് പറയുന്നതും അതെല്ലാം കണ്ടുകെട്ടുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു നീങ്ങൽ എന്നത് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? അതിൽ കിരൺ 2 കാര്യങ്ങളാണ് വ്യക്തത ഇനിയും വരേണ്ടത്. അതായത് ഇവർക്ക് കിട്ടിയിട്ടുള്ള പണമിടപാടുകളിൽ ഇപ്പോഴും കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാകാത്ത ഹവാല ഇടപാട് വഴിയുള്ള പണം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് NIA കോടതിയിൽ നേരത്തെ തന്നെ NIA തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകളെ കൃത്യമായി മരവിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇത്തരമൊരു നടപടിയിലേക്ക് ഹൈക്കോടതിയും കടക്കുമ്പോൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നേരത്തെ കിരൺ തന്നെ സൂചിപ്പിച്ച പോലെ 5.2 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ സെപ്റ്റംബർ 23 അക്രമ സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൃത്യമായി 5.2 കോടി രൂപ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സ്വത്ത് വിവരം ശേഖരിച്ച റവന്യൂ റിക്കവറി നടപടികൾ നടത്തുന്നത് നമുക്ക് പറയുക വയ്യ. ഇവരെ കൃത്യമായി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരു സ്റ്റാഗ്നൻസിയിലേക്ക് കൊണ്ടുവരിക, അതിനെ നിശ്ചലമാക്കുക എന്നൊരു ഉദ്ദേശത്തോടെ, ഫ്രീസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാകും ഇത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ നമുക്ക് ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം ലഭ്യമായിട്ടില്ല. കിരൺ, ശരി, അപ്പം നമുക്കപ്പം TG മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ TG മോഹൻദാസ്, കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നിർദ്ദേശം വന്നിരിക്കുകയാണ്. PFIയുടെ ഹർത്താലുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടലിന് വേഗത വർദ്ധിപ്പിക്കണം, ഉടൻ തന്നെ അത് ചെയ്ത് തീർക്കണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിന് നൽകിയത്. കോടതിക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഈ സ്വത്ത് അവരുടെ കിട്ടണ്ടേ? പോപ്പുലർ ഫ്രണ്ട് സ്വന്തം പേരിൽ വലിയ സ്വത്തൊന്നും വെച്ചിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ചുമതലക്കാരുടെ പേരിലും വലിയ സ്വത്തൊന്നും ഉണ്ടാവില്ല. നുള്ളിപ്പെറുക്കി കഴിഞ്ഞാൽ വല്ല 10-30 ലക്ഷം രൂപയുടെ ബിൽഡിങ്ങോ എന്തെങ്കിലും കിട്ടും. ബാക്കിയൊക്കെ വ്യക്തികളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് തുടക്കം മുതൽ എത്രയോ തവണ ഈ കോടതിക്കും സർക്കാരിനും ഒക്കെ അറിയാം. ഇപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിളാണ് സിദ്ദിഖ് കാപ്പന്റെ കയ്യിൽ വന്നിരിക്കുന്നത് വെറും 25,000 രൂപയാണ്. അയാളെ PMLA ആക്ട് വെച്ച് ED പിടിച്ചകത്തിടുകയും ഇപ്പൊ ജാമ്യം കൊടുക്കുകയൊക്കെ ചെയ്തു. കാര്യമൊക്കെ ശരി, പക്ഷേ എമൗണ്ട് 25,000 ഉള്ളൂ.
ബട്ട് മൊത്തം നടന്നിരിക്കുന്ന ഓപ്പറേഷൻ 3 crores സംതിങ് ആണ്. ഈ പൈസ ആര് കൊടുത്തു? ചില വ്യക്തികൾ കൊടുക്കും. ഞാൻ ഒരു സംഘടനയ്ക്ക്, നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയ്ക്ക് 50,000 രൂപ ഞാൻ കൊടുത്താൽ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എൻ്റെ ഇന്ന് റിക്കവറി നടത്താൻ പറ്റുമോ? ജപ്തി നടത്താൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സംഭാവന കൊടുത്തു, അത് വെച്ചിട്ട് അവർ വേറെ എന്തോ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓപ്പറേഷൻ. അത് പിടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. കോടതിക്ക് വെറുതെ ചൂടാകാം, പിടിച്ചുകൊണ്ട് പോവാ, ഇപ്പൊ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ്. കോടതി വിചാരിക്കുന്ന പോലെ ഇവരിങ്ങനെ ഇവരുടെ പേരിൽ 100-300 ഏക്കർ സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ ബാങ്ക് ഡെപ്പോസിറ്റ് ഇട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ല. ഭയങ്കരമായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേഷനാണ് അവരുടെ. അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാരെയൊന്നും പിടിച്ചാലൊന്നും ഒരു ചുക്ക് 10 പൈസ കിട്ടാൻ പോകുന്നില്ല. വെറുതെ പിടിച്ചാകത്തില്ല, മറ്റെന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചുമത്തി. അല്ലാതെ അവരിൽ നിന്ന് കാശ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ദുസ്സാധ്യമാണ്. വലിയ പ്രയാസമാണ്. ഇത് ലിങ്ക് ചെയ്തെടുത്തിട്ട് ഇയാൾക്ക് ഇതിൽ പങ്കുണ്ട്, അതുകൊണ്ട് ഇയാളുടെ സ്വത്ത് ഈ രീതിയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യണം. അത് സമയമെടുക്കും അതിന്. പിന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ സോഫ്റ്റ് അപ്രോച്ചാണ് പോപ്പുലർ ഫ്രണ്ടിനോട്. അവർക്ക് വേണ്ടപ്പെട്ട പലരും പോപ്പുലർ ഫ്രണ്ടിലുണ്ട്. പിണറായി വിജയൻ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കക്ഷികൾ അതിലൊന്ന് പോപ്പുലർ ഫ്രണ്ടാണ്. കാരണം ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ഫോഴ്സ് മുസ്ലിം ലീഗാണ്, അത് കൂടെയില്ല. അതുകൊണ്ട് അതിന് താഴെയുള്ള ഫോഴ്സിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുക പിണറായിയുടെ ഒരു നയമാണ്. അതുകൊണ്ടാണ് സമസ്തയുടെ മീറ്റിങ്ങിൽ ശ്രീധരൻപിള്ള പോയി കഴിഞ്ഞപ്പോൾ പിണറായി ദേഷ്യപ്പെടാനൊക്കെ കാര്യം. അല്ലെങ്കിൽ ശ്രീധരൻപിള്ള എവിടെയെങ്കിലും പോയാൽ പിണറായിക്ക് എന്താ? ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിണറായി ഒരു ഓൾട്ടർനേറ്റ് മുസ്ലിം ലീഡർഷിപ്പിനെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അതിലൊന്ന് പോപ്പുലർ ഫ്രണ്ടായിരുന്നു. അപ്പോൾ പിണറായി പോലീസിനോട് പറയുമോ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ പിടിക്കണം, അവരുടെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് പറയില്ല. കോടതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. കോടതി എന്താന്ന് ചെയ്യുക? കൂടി വന്നു കഴിഞ്ഞാൽ ഓഫീസറെ റവന്യൂ സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ പറയും. നേരിട്ട് ഹാജരാകും. സാർ 90 ദിവസം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ഒരു സത്യവാങ്മൂലം കൊടുക്കും, പോകും. ഇതിങ്ങനെ തുടരും. നമ്മളിത് കാണുന്നതല്ലേ. ഈ കേസിൽ മാത്രമല്ല, പല കേസിലും കോടതിയും പോലീസും ഒക്കെ നിസ്സഹായരാകുന്നത് നാം കാണുന്നുണ്ട്. അതൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആണ്. അതെടുക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ ചതഞ്ഞ് എഴിഞ്ഞും വലിഞ്ഞും ഒക്കെ പൊക്കോണ്ടിരിക്കും. ശരി, ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ മോഹൻദാസ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇത് പ്രധാനമായും ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ഡാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഈ തുക മാത്രം ഈടാക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയ്ക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക വഴികളുണ്ടെങ്കിൽ ആ വഴികളെല്ലാം കൃത്യമായി മുടക്കുക, ഫ്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത്തരമൊരു നീക്കത്തിന് ആഭ്യന്തര വകുപ്പ് തയ്യാറാവുന്നത് എന്നതുകൂടിയാണ്. പ്രധാനമായും അങ്ങനെ ഒരു പുതിയൊരു രൂപത്തിലേക്ക് ഈ സംഘടന മാറി പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൂടി ഒഴിവാക്കുക, അത്തരമൊരു നീക്കത്തിന് കൂടിയാണോ ഈ ശ്രമം? കിരൺ, അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെയോ മറ്റേതെങ്കിലും ഒരു നിയമ സംവിധാനത്തിന്റെയോ ഭാഗത്തു നിന്നുണ്ടായാലും അത് എത്ര കണ്ട് വിജയിക്കും എന്ന കാര്യം വളരെ സംശയാസ്പദമാണ്. കാരണം ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള കടുത്ത നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഒക്കെ തുടരുന്നതിനിടയിൽ തന്നെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ രഹസ്യമായി പോപ്പുലർ ഫ്രണ്ടിന്റെ 2ാം നിര നേതാക്കൾ വീണ്ടും സമാന്തരമായ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകിയെന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് സംസ്ഥാന വ്യാപകമായി വീണ്ടും 56 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് അതിനെപ്പറ്റി വിശദമായി തന്നെ അറിയാം. അപ്പോൾ കൃത്യമായി തന്നെ ഈ ഒരു സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ താൽക്കാലികമായെങ്കിലും നിരോധിച്ചാലും സമാന്തരമായ രീതിയിൽ അവരുടെ പ്രവർത്തനം തുടരാൻ കഴിയുന്ന വിധത്തിൽ സംഘടിതമായിരുന്നു അവരുടെ ശൈലികൾ, പ്രവർത്തനങ്ങൾ. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഈ സമൂഹ മാധ്യമങ്ങളെ കൂട്ടായ്മകളിലൂടെയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് കൃത്യമായി ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലും അവർക്ക് ഈ രക്ഷപ്പെടാൻ പഴുത് ഒരുക്കാത്ത വിധത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങളുമായി കേന്ദ്ര ഏജൻസികൾ തന്നെ വീണ്ടും പരിശോധനകളുമായി രംഗത്തെത്തിയത്. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും കേരളത്തിൽ നൽകിയിരുന്ന സാമ്പത്തികമായ ഇടപാടുകളിൽ കുറിച്ച് വിശദമായ പരിശോധന നടത്തി അതിന്മേൽ കൃത്യമായ നിരീക്ഷണം നടത്തി അവിടെ ഒരു തടയിടുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എത്ര കണ്ട് ഫലപ്രാപ്തിയിൽ എത്തുമെന്ന കാര്യം ഇപ്പോഴും സംശയകരമാണ്. കാരണം മറ്റൊരു പേരിൽ ഇവരുടെ തന്നെ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാകാനുള്ള സാധ്യത അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ അവരുടെ വേര് അറുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലേക്ക് നിയമവിദഗ്ധരും പോലീസ് ഉന്നതരും മറ്റ് കേന്ദ്ര നിരീക്ഷകരും അടക്കം എത്തിയിരിക്കുന്നതും. കിരൺ, ഡാൻ, അതോടൊപ്പം തന്നെ
ഈ സമാന്തരമായ റെയ്ഡുകൾ കൂടി നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെയും റെയ്ഡ് നടന്നു, ഇന്നും കൊല്ലത്ത് റെയ്ഡ് നടന്നു. നാസറുദ്ദീൻ എന്ന ഒരു PFIയുടെ മുൻ പ്രവർത്തകന്റെ വീടിൽ NIAയുടെ റെയ്ഡ് നടന്നു. ഒരു ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിനെ തടയിടാൻ വേണ്ടി, മറുഭാഗത്തു നിന്ന് NIAയുടെ നീക്കങ്ങൾ, ഇത് രണ്ടും സമാന്തരമായി പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ രൂപത്തിലോ ഒക്കെ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യത പൂർണ്ണമായും അടയ്ക്കുക, അത്തരമൊരു ലക്ഷ്യത്തിൽ തന്നെയല്ലേ നീങ്ങുന്നത്? കിരൺ, അതായത് അത്തരമൊരു ലക്ഷ്യത്തിൽ തന്നെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടന്നിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ മറ്റൊരു പേരിലേക്ക് മാറാതെ തന്നെ സമാന്തരമായ കൂട്ടായ്മകൾ സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ തുടർച്ചയായി പരിശോധനകളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ കൊല്ലത്തും തിരുവനന്തപുരത്തും കോഴിക്കോട് മലപ്പുറത്തും ഇങ്ങനെ 4 ജില്ലകളിലാണ് വ്യാപകമായി, ഒപ്പം തന്നെ ആലുവയിലും, ഇങ്ങനെ ഈ 4-5 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾ വീണ്ടും അവർ തുടരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ കേന്ദ്ര അന്വേഷണ വിഭാഗങ്ങളെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമാന്തരമായ നീക്കങ്ങൾ, അതായത് ഇപ്പോഴുള്ള ദേശീയ നേതൃത്വം അത് കേരളത്തിൽ നിന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്, അവർ മുഴുവൻ കൃത്യമായി NIAയുടെ പിടിയിലായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ റിമാൻഡ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് ബാക്കി വന്നിരിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള 2ാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പുതിയ നേതൃത്വം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഗൂഢമായ ലക്ഷ്യത്തോടെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സംസ്ഥാന വ്യാപകമായ പരിശോധന അവർ കഴിഞ്ഞ അതിനോടനുബന്ധിച്ച് കൊല്ലത്തുൾപ്പെടെ വീണ്ടും ഈ പരിശോധന തുടരുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരീക്ഷണം കൃത്യമായിട്ടുണ്ടാവും. ആ നിരീക്ഷണം അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും മരവിപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തികമായ സ്രോതസ്സുകളിൽ പിടിമുറുക്കി അതിനെ കൃത്യമായി ഫ്രീസ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പും ദേശീയ അന്വേഷണ ഏജൻസികളും എല്ലാം ഒരുപോലെ കടക്കുന്നതും. കിരൺ, ശരി, കൊല്ലത്തെ റെയ്ഡ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ചാത്തനാംകുളം സ്വദേശി നിസാറുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന നടന്നത്. ഇയാൾ നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. നിസാറുദ്ദീന്റെ ഡയറിയും ആധാർ കാർഡും NIA സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് ചില രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും സൂചനയുണ്ട്. എന്നാൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് നിസാറുദ്ദീൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 3-ന് ആരംഭിച്ച റെയ്ഡ് 6:30-ക്ക് അവസാനിച്ചു. കിളികല്ലൂർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. റെയ്ഡിന് തൊട്ടു മുന്നെയാണ് കിളികല്ലൂർ പോലീസിനെ NIA വിവരമറിയിച്ചത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാണ് റെയ്ഡ് നടത്തിയത്. ഇന്നലെ ചവറയിൽ നടത്തിയ റെയ്ഡിൽ മുക്കുത്തോട് സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാന് ആശ്വാസം എന്നടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളും വരാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലായിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ബിന്ദു മനുവിനെ പരിഗണിച്ചു CPM. ചെത്തിമറ്റം വാർഡിൽ നിന്നുള്ള CPM സ്വതന്ത്രയാണ് ബിന്ദു. സിജി പ്രസാദിന് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയില്ല. വൈകിട്ട് ചേരുന്ന CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചെയർമാൻ ആരെന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ബിനു പുളിക്കക്കണ്ടം കേരള കോൺഗ്രസ് കൗൺസിലർ ബൈജു കൊല്ലപ്പറമ്പിലിനെ തല്ലുന്ന പുതിയ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വാർത്തയിലേക്ക് വരും മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തത്സമയ സംരക്ഷണത്തിലേക്ക്.
കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, പ്രധാനമായും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് മാർച്ച് എന്ന് പറയുന്നു. എന്താണ് പ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്? അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അവർ പിരിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ലാത്തി ചാർജും കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടായി. വീണ്ടും പോലീസ് കണ്ണീർ വാതക പ്രയോഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. മാർച്ചിനെത്തിയ ആളുകൾ പൂർണ്ണമായും പിരിഞ്ഞുപോയിട്ടില്ല. ഇപ്പോഴും അവർ അവിടെ തന്നെ ഉണ്ട്. വീണ്ടും പോലീസും മറ്റെന്തെങ്കിലും സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള സന്നാഹത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. നേരത്തെ കണ്ണീർ വാതകം പ്രയോഗിച്ചിരുന്നു. ഒപ്പം അതോടൊപ്പം തന്നെ ലാത്തി ചാർജും നടന്നിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ലാത്തി ചാർജും കണ്ണീർ വാതക ഷെൽ പ്രയോഗവും ഉണ്ടായി. ഇപ്പോഴും സംഘർഷാവസ്ഥയിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റ് നിൽക്കുന്നത്.
പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. പലതവണ ലാത്തിച്ചാർജ് ഉണ്ടാവുകയും പ്രവർത്തകരുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം നടക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി ബി അരുണാണ് ചേരുന്നത്. സംഘർഷ സ്ഥലത്ത് നിന്നാണ് അരുൺ ചേരുന്നത്. അരുൺ, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നു. പോലീസ് ടിയർ ഗ്യാസ് വീണ്ടും പ്രയോഗിക്കുകയാണ്. ശക്തമായ സമ്മർദ്ദമാണ്. നേരത്തെ സേവ് കേരള എന്ന മുദ്രാവാക്യവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് ആരംഭിച്ചത്. ആദ്യം തന്നെ പ്രവർത്തകരും പോലീസുമായി ചെറിയ തോതിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷമാണ് വീണ്ടും മാർച്ച് സംഘർഷത്തിലേക്ക് മാറിയത്. ഇപ്പോൾ അവിടെ സംഘർഷ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ വി വി അരുൺ. അതുകൊണ്ട് തന്നെ ടെലിഫോൺ ബന്ധത്തിലടക്കം ചില പ്രയാസങ്ങളുണ്ട്. പോലീസും യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പോലീസിന് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ നേരത്തെ കല്ലെറിഞ്ഞു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കല്ലേറുണ്ടാകുന്നുണ്ട്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരള സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. ഈ മാർച്ചിൽ ഉദ്ഘാടനത്തിന് ശേഷമാണ് സംഘർഷം വീണ്ടും ഉടലെടുത്തത്. സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന വാതിലിൽ നിന്നും മാർച്ച് ചെയ്തു വന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റാച്യുവിന് പിന്നിലൊക്കെയുള്ള ഭാഗത്തേക്ക് പ്രവർത്തകർ തടിച്ചുകൂടി ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഓടി വന്ന ഒരു പ്രവർത്തകനെ 3 പോലീസുകാർ തല്ലുന്ന രംഗം കൂടിയാണ് തൊട്ടു മുമ്പ് കണ്ടത്. എന്റെ മനുഷ്യ കൂടുതൽ വിവരങ്ങളുമായി വി ബി അരുൺ സംഘർഷ സ്ഥലത്ത് നിന്നും ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. പോലീസിന്റെ ലാത്തിചാർജ് പ്രവർത്തകർ പിന്തിരിഞ്ഞോടുകയായിരുന്നു. വീണ്ടും പോലീസിന് നേരെ സംഘടിച്ച് സ്റ്റാച്യു ഭാഗത്ത് വീണ്ടും സംഘടിച്ച് പോലീസിന് നേരെ കല്ലെറിഞ്ഞ് നടത്തി. തുടർന്നാണ് പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി പിന്തിരിഞ്ഞോടി കൂടി നിൽക്കുകയാണ്. ഇടയ്ക്കിടെ കല്ലേറുകളും തുടരുന്നുണ്ട്. ശരി, ചില സ്ത്രീകൾ അസ്വസ്ഥരായി കൊഴിഞ്ഞു വീഴുന്ന രംഗങ്ങൾ കൂടി കാണാം. ഇത് സമരത്തിനെത്തിയവരാണോ അതോ മറ്റേതെങ്കിലും സമരത്തിന്റെ ഭാഗമായി അവിടെ നിന്നവരാണോ? കണ്ണീർ വാതകത്തിന്റെ ശ്വസിച്ച് ബുദ്ധിമുട്ടുണ്ടായെന്നറിയില്ല.
ടിയർ ഗ്യാസിന്റെ പ്രശ്നമാണ്. ആളിവിടെ വാങ്ങിക്കുമ്പോ ഒന്നുമില്ല ആംബുലൻസ് വന്നില്ല. ആംബുലൻസ് പൂരെ ഞങ്ങളുടെ റിപ്പോർട്ടർ അരുൺ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ ശാരീരിക അസ്വസ്ഥത കൊണ്ട് ശ്വാസം മുട്ടൽ കൊണ്ടൊക്കെ നിൽക്കുന്ന കാണുന്നു. ഇത് ഈ സമരക്കാരുടെ ഭാഗമായി വന്നവരാണോ അതോ മറ്റേതെങ്കിലും സമരത്തിൽ വന്നവരാണോ? സമരക്കാരുടെ ഭാഗമായി ഉള്ളവരും അതുപോലെ തന്നെ യാത്രക്കാർക്കും ടിയർ ഗ്യാസിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ ടിയർ ഗ്യാസ് പല റൗണ്ട് പോലീസിനെ പ്രയോഗിക്കേണ്ടി വന്നു. പിരിഞ്ഞുപോയ പ്രവർത്തകർ കല്ലേറിലേക്ക് കടന്നോടുകൂടിയാണ് ഈ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് മാറിയത്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോവുകയെന്ന് ആദ്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് പ്രവർത്തകർ കൂട്ടത്തോടെ പല ഭാഗങ്ങളിൽ സംഘടിച്ചെത്തി പോലീസിന് നേരെ കല്ലേറ് നടത്തുകയെ തുടർന്നാണ് പോലീസ് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക്. നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കളമശ്ശേരിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ. ഞങ്ങൾ കളമശ്ശേരിയിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി, ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് രാവിലെ കളമശ്ശേരി നഗരസഭക്കകത്തേക്ക് വന്നതാണ്. പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നതാണ്. വന്നപ്പോൾ നഗരസഭക്കകത്ത് ചെയർമാനോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സെക്രട്ടറിയെ നേരിട്ട് കയറി കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങൾക്കകത്ത് ഇന്നലെ രാത്രിയോടുകൂടി മാധ്യമങ്ങൾക്കകത്ത് ഒരു ലിസ്റ്റ് വരികയുണ്ടായി. കളമശ്ശേരി നഗരസഭക്കകത്ത് പഴകിയ 500 കിലോയിലധികം വരുന്ന മാംസം പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് പുറത്തു വരികയുണ്ടായി. നമ്മൾ ഔദ്യോഗികമായിട്ട് സെക്രട്ടറിയെ കയറി കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ മുനിസിപ്പാലിറ്റി ഔദ്യോഗികപരമായി അത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സെക്രട്ടറി ഇന്ന് രാവിലെ വരുമ്പോഴാണ് ആ ലിസ്റ്റിനകത്ത് ഒപ്പിട്ടതും എന്ന് പറയുകയുണ്ടായി. നമ്മൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമ്മളിപ്പോൾ 3ാമത്തെ തവണയാണ് ഡിവൈഎഫ്ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കകത്തേക്ക് സമരം നടത്തുന്നത്. അതായത് 3 തവണ സമരം നടത്തുമ്പോൾ അടുപ്പിച്ച് ഈ ദിവസങ്ങൾക്കകത്ത് ഇത്തരത്തിലേക്ക് സമര കണ്ടിന്യൂറ്റി ആയിട്ട് പോകുമ്പോൾ എന്താണ് അതിൻ്റെ എത്രത്തോളം അലംഭാവമാണ് മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരം ഇവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ് ഈ നഗരസഭയിൽ നിന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചെന്നുകൊണ്ട് ആ വാടക വീടിനകത്ത് ചെല്ലുകയും അവിടെ നിന്ന് ഈ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അത് നടപടി സ്വീകരിച്ചതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിട്ടേൺ പരാതി പോലീസ് സ്റ്റേഷനകത്ത് നൽകുന്നതിനോ വാടക മുറി സീൽ ചെയ്യുന്നതിനോ ആരോഗ്യവകുപ്പിന് ഹെൽത്തിന് ഉൾപ്പെടെ പരാതികൾ നൽകുന്നതിനോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണസമിതി ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച ഉച്ചക്ക് ഡിവൈഎഫ്ഐ എന്നുള്ള നിലയിൽ ഇവിടെ പ്രതിഷേധ സമരമായിട്ട് വരുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സംഘർഷം ശക്തമാവുകയാണ്. പ്രവർത്തകർ പോലീസുമായി, യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസുമായിട്ടാണ് സംഘർഷം നടക്കുന്നത്. തത്സമയ സംരക്ഷണത്തിലേക്ക്
നല്ല പ്രശ്നം പോട്ട് ധൈര്യമായിട്ട് ഇതിൽ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള ശ്രമത്തെ മറ്റ് തടയുകയുണ്ടായി. അതാണ് വീണ്ടും കാരണമായി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സേവ് കേരള എന്ന മുദ്രാവാക്യവുമായി കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പരിസരം സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ട്. പോലീസ് അവർക്ക് നേരെ ലാത്തിച്ചാർജും നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പരിസരം സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് പൂർണ്ണമായും അയവ് വന്നിട്ടില്ല. ചില പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോകും വഴി വീണ്ടും പ്രവർത്തകർ പോലീസിന് നേരെ അസഭ്യം പറയുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും പോലീസുമായി സംഘർഷമുണ്ടായത്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ മർദ്ദനത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. നേതാക്കൾ പ്രവർത്തകരടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. പ്രവർത്തകരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ നേതാക്കൾ സമരം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്ര മനുഷ്യത്വരഹിതമായി അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവണം. അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവണം. വരും ദിവസങ്ങളിൽ കേരളമാകെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും യൂത്ത് ലീഗ് ഉണ്ടാവും. പോലീസിന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടായെന്നാണ് പറയുന്നത്. പോലീസ് പ്രകോപനമായിരുന്നു. പോലീസ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയതാണ്. ഭിന്നശേഷിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനടക്കം അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പലരുടെയും തലക്കാണ് പരിക്കേറ്റത്. അതുപോലെ തന്നെ ദേഹത്തേക്കാണ് ടിയർ ഗ്യാസ് ചേർത്തത്. പോലീസ് പാലിക്കേണ്ട ഒരു മര്യാദയും പാലിച്ചില്ല എന്ന് മാത്രമല്ല, മനഃപൂർവ്വം ഈ സമരത്തെ പ്രകോപനമുണ്ടാക്കി ഇവിടെ ഒരു രക്തസാക്ഷിയെ പോലും സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പോലീസ്. ഫിറോസ് തന്നെ വേദി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അടക്കമുള്ള നേതാക്കൾ പ്രശ്നം ഉണ്ടാക്കരുത്, സമരം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രകോപനം ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തുനിന്നല്ലേ? സ്വാഭാവികമായും ഒരു സമരം ഉണ്ടാകുമ്പോൾ പോലീസ് ബാരിക്കേഡിനെ തള്ളുക, പിന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാകുക, അതൊക്കെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്കുള്ള സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രവർത്തകനും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നതിന് പകരം ഞങ്ങൾ തന്നെ ആദ്യം തന്നെ ബാരിക്കേഡിന്റെ മുകളിലുള്ള പ്രവർത്തകരെ പോലീസ് തന്നെ കയറി ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത പ്രവർത്തകർ ആരും ഇവിടെ ഇല്ല. ഞങ്ങളത് പറഞ്ഞതാണ്. പലതവണ ആവർത്തിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ലാത്തി കൊണ്ട് കുത്തിയും അതുപോലെ തന്നെ തലക്കടിച്ചുമൊക്കെ പ്രകോപനം ഉണ്ടാക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജനാധിപത്യ രീതിയിൽ സമരത്തെ പോലും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് പിണറായിയുടെ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പല പ്രവർത്തകർക്കും തലക്ക് മാരകമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ ഈ സമരത്തെ ഇത്തരം പോലീസിന്റെ മർദ്ദനം കൊണ്ടോ അല്ലെങ്കിൽ അക്രമം കൊണ്ടോ ഈ സമരത്തെ അവസാനിപ്പിക്കാം എന്ന് ആരും കരുതേണ്ടതില്ല. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും. പോലീസ് എറിയുന്ന സമാധാനപരമായ മാർച്ചിനാണ് നിങ്ങൾ വരുന്നത് എന്ന് അനൗൺസ് ചെയ്തു. പക്ഷേ മാധ്യമപ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകരാരും ആക്രമിച്ചിട്ടില്ല. അങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. അങ്ങനെ ഈ സംഭവത്തിനിടയിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ളതൊക്കെ ഖേദം പ്രകടിപ്പിക്കും. സമാധാന മാർച്ചിന് വരുമ്പോൾ ഇത്ര
ഇത്രയധികം കല്ലുകളുമായി എങ്ങനെയാ വരുന്നത്? ഇല്ല, കല്ല് പോലീസ് എറിഞ്ഞ കല്ല് തിരിച്ച് ഏതെങ്കിലും പ്രവർത്തകർ എറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ദൃശ്യങ്ങൾ പ്രവർത്തകർ എറിഞ്ഞ കല്ലിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കുന്ന ഇത് നിയന്ത്രിക്കാൻ നിന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് മർദ്ദിച്ചത്. ഞങ്ങൾക്ക് അത്തരം മർദ്ദനങ്ങൾ കൊണ്ടുള്ള പ്രശ്നം കൊണ്ടല്ല, പക്ഷേ പോലീസിന്റെ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. പല പ്രവർത്തകരുടെയും തലക്കും അടിക്കുന്ന എന്തിനാണ്? പോലീസിന്റെ ഭാഗത്തുനിന്ന് മാരകമായ ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്ലേറ് പോലീസിന്റെ ഭാഗത്തുണ്ടായപ്പോൾ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും ഈ ഭാഗത്ത് നിന്ന് പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അല്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഞാൻ പറഞ്ഞല്ലോ, ബാരിക്കേഡിന്റെ മുകളിൽ കയറിയ പ്രവർത്തകരെ ആദ്യം ആക്രമിക്കാൻ തുനിഞ്ഞത് പോലീസാണ്. ഞങ്ങൾ പോലീസിനോട് പറഞ്ഞതാണ് പ്രകോപനം ഉണ്ടാക്കരുത്, ഞങ്ങൾ പറഞ്ഞാൽ അവരെ തിരിച്ചയക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു തിരുവനന്തപുരത്ത് എത്ര സമരങ്ങൾ കണ്ടവരാണ് നിങ്ങൾ. ആ സമരങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ? പോലീസ് അതിനെ നേരിട്ട ഒരു രീതിയിലാണോ ഈ യൂത്ത് ലീഗ് പ്രവർത്തകരെ നേരിട്ടത്? തികഞ്ഞ ഏകപക്ഷീയമായി സമരത്തെ അടിച്ചു ഒതുക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ഇങ്ങനെ അടിക്കാൻ, ഇങ്ങനെ മർദ്ദിക്കാൻ, ഇങ്ങനെ തലക്ക് പരിക്കേൽപ്പിക്കാനുള്ള ഒരു അനിഷ്ട സംഭവങ്ങളും സമരക്കാരുടെ ഭാഗത്തുണ്ടായിട്ട്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? ഈ നേതാവ് തന്നെ ഫിറോസ് തന്നെ നേരിട്ട് ഇതൊക്കെ മാധ്യമങ്ങളോട് പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഈ അക്രമം തുടരുകയാണോ? സംഘർഷം ഇപ്പോൾ അവസാനിച്ചിരിക്കുമെന്ന് പറയാം. കാര്യമായ സംഘർഷം ഇല്ല, പുറത്ത് പിരിഞ്ഞു പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നേതാക്കൾ തന്നെ പ്രവർത്തകരെ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാത്രമേ ഇടപെട്ടാണ്, പക്ഷേ അതിനിടെയാണ് പൊടുന്നനെ വലിയ അക്രമം പോലീസിന് നേരെ കല്ലേറ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഈ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഒടുവിൽ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുമ്പോഴും പോലീസുമായി തർക്കവും സംഘർഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിനെ അസഭ്യം പറഞ്ഞ ചില പ്രവർത്തകർ വന്നതോടുകൂടിയാണ് വീണ്ടും കാര്യങ്ങൾ സംഘർഷ അവസ്ഥയിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ MLA-മാർ അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ പ്രവർത്തകരെ സമാധാനിപ്പിച്ച് തിരിച്ച് അയക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നേതാക്കൾ നടത്തുന്നതും. ഇപ്പോൾ പ്രവർത്തകർ കൂടുതലായി തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനാകും. വലിയ സംഘർഷം തന്നെയാണ്, പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള സംഘർഷം ഇവിടെ ഉണ്ടായിരുന്ന വസ്തുതയാണ്. പോലീസിനെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റൊരു സമരത്തിന് നേരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അതിക്രമം ഈ മാർച്ചിന് നേരെ നടത്തി എന്നാണ് യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കൾ പറയുന്നത്. യൂത്ത് ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ പതിയെ പിരിഞ്ഞു പോകാനും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.